ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒരു മാസത്തെ അവധിക്ക് ശേഷം എൻ്റെ ഓട്ടം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇന്നാണ് നമ്മുടെ കോളേജ് തുറക്കുന്നത്. ഇന്ന് എൻ്റെ 3rd ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എനിക്ക് ബസ് മിസ്സാണ്. നമുക്ക് വഴി വെച്ച് ടീനുവിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ടീനു എൻ്റെ ജൂനിയറാണ്. ടീനുവിന് എന്താണ് പറയാനുള്ളത്? ഒരു മാസം അവധിയില്ലായിരുന്നോ? അല്ല, അതല്ല, ഒരു മാസം അവധിയില്ലായിരുന്നോ? നീ എന്ത് ചെയ്തു വീട്ടിൽ ഇരുന്ന്? പഠിച്ചോ? കോഡിങ് പഠിച്ചോ? എഞ്ചിനീയർ ആണോ നീ? എന്നോട് ചോദിക്കും ഞാൻ എന്നെ ഇരുന്ന്. ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ടായിരുന്നു എൻ്റെ അടുത്ത് കിടന്നുറങ്ങുകയും ചെയ്തു. എന്ത് ചെയ്യാൻ എടി, വല്ലപ്പോഴും അല്ലേ അവധി കിട്ടുള്ളൂ. ആ നേരത്തിരുന്ന് പഠിക്കാൻ പറ്റുമോ? അല്ലാത്ത നേരത്തോലും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഒരു ഉള്ളിപ്പടിക്ക് ഈ സാധനം അടിക്ക്. Tinu is our junior and Anjali is our senior. So what? എല്ലാരും അറിയട്ടെ. ഇങ്ങനെ വരുന്നേ അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുണ്ടോ ഗായ്സ്? അത് ശരി, ഇത്തവണ എന്തായിരിക്കും? എന്താണ് ഇത്തവണത്തെ പ്ലാൻസ്? ഐവിയോ? എന്നോട് മുമ്പ് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു. ഉള്ളതാണ്. പിന്നെ ഇത്തവണ നമുക്ക് ഐവി പ്രൊജക്ട് ഉണ്ട്, മിനി പ്രൊജക്ട് ഉണ്ട്, ഐവി ഉണ്ട്. മാത്സ് ഇല്ല, പക്ഷെ പ്രൊജക്ട് വരുന്ന അടുത്ത സെമ്മിലല്ലേ? എന്നാലും പ്രൊജക്ട് അടുത്ത സെമ്മിലല്ലേ? ഐവി അപ്പൊ ഏത് സെമ്മിലാ? അതും അടുത്ത സെമ്മിലായിരിക്കും. അയ്യോ, ഈ സെമ്മിലായത് ഐവി, അടുത്ത സെമ്മിലെ പ്രൊജക്ട്, അതല്ലേ നല്ലത്? ജൂനിയേഴ്സ് വരും. എന്നിട്ട് എന്തിനാ അതൊക്കെ? എന്തിനാ വെറുതെ എന്റെ മൂടി ഇനി വേറെ ആരെങ്കിലും ഒക്കെ വരുമ്പോ കാണിച്ചു തരാം. കൂടെ വെച്ച് ഇനി ബസ് മിസ്സായി അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഈ ബസ് കേറാ ഇന്നാണോ? ഇനി ഏതായിരുന്നു? അത് വീട് മാറി. അത് ഞാൻ പറയാൻ എന്നെ ചലഞ്ചാ. അത്രേ ഉള്ളൂ. ചെയ്യടാ, ചെയ്യ്. ഒഴിക്കടാ. എന്റെ മുഖത്തോട്ട് വീണ്. ചാട് ചാട്. ഞാനിവിടെ ആദ്യം വന്നിരുന്നു. ഇറങ്ങിപ്പോ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ഞങ്ങളുടെ അതിർത്തിയിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നു. ഇവിടെ ഇറങ്ങിപ്പോടാ ജോസി. ജോസി ഇറങ്ങിപ്പോക്കെ അവിടുന്ന്. മീര വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തേലും പറ. ഒന്നുമില്ല, ഒരു വിഷയം ഇട്ടതാ. ഇന്ന് നമുക്ക് സ്ട്രൈക്കാണ്. ഗൈസ്. കേസിയുന് എന്താണ് പറയാനുള്ളത്? കേസിയു കൈ വായിച്ചു. ഇത് തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെ, തിരിച്ചു കാണിക്കായിരുന്നു. ചൂടാവുന്നടാ. ചെറിയൊരു സന്തോഷം. ഞാൻ വിചാരിച്ചു എന്റെ മാത്രമേ ആവത്തുള്ളൂ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. എന്റെ തിളക്കി കിടന്നു, തിളച്ച് വെന്ത്.
അത്ര ചൂടൊന്നും ആയിട്ടില്ല. അത് നിന്റെ ബോഡി ടെമ്പറേച്ചറിന്റെ, അതിന്റെ ബോഡി ടെമ്പറേച്ചറിന്റെ കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണുകൾ ഇവന്റെ ഫോണാ, പേടിക്കണ്ട. ആരാ ഉള്ളേ? അഞ്ജലി, ടീനു, തിരിഞ്ഞു നോക്കൂ. അയ്യോ ശരിയാ, നിഹാലിന്റെ ഫോണാ. ജോസി ഗൈസ്, നമ്മുടെ തേർഡ് ഇയറിലെ ആദ്യത്തെ സ്ട്രൈക്കാണ് ഇന്ന്. നമ്മുടെ തേർഡ് ഇയർ അല്ലേ, തേർഡ് ഡേ ഓഫ് തേർഡ് ഇയർ. ഇന്ന് ഇവിടെ സ്ട്രൈക്കാണ് ഗൈസ്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും വന്നു. അമൃത എന്തെങ്കിലും പറയാനുണ്ടോ? സ്ട്രൈക്ക് വിളിച്ചാൽ നമുക്ക് പുറത്തു പോയാൽ സ്ട്രൈക്കിന്റെ ബ്ലോഗ്. സ്ട്രൈക്കിന്റെ ബ്ലോഗ് എന്നാണ് എന്തേലും പറയടാ. വീഡിയോ എടുക്കും. ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ബിക്കോസ് ഓഫ് സ്ട്രൈക്ക്. നമ്മളൊരു ട്രിപ്പൊക്കെ പ്രതീക്ഷിച്ചു. ദൈവം ഓടി വരുന്നുണ്ട് ഗൈസ്, ദൈവം വരുന്നുണ്ട് ഗൈസ്. ദൈവം ഓടി പോവുക. ദേ അകലേന്ന് നോക്ക്, ആരാ വരുന്നേന്ന്? സൂര്യ ആൻഡ് ധനന്ത്. ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ബസ് ഇപ്പൊ പോവും, അതുകൊണ്ട് നമുക്ക് ഓടി പോവാം. ഹോയ് ഹോയ് ഹോയ്, ഒരു ഹായ് പറ. ഇതെന്നെ അൺബോക്സ് ചെയ്യണോ? ബസ്സു ഓക്കെ ബൈ. 11:30 സ്ട്രൈക്ക് വിളിച്ച് സഹായിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. എല്ലാരും ഉണ്ട്. അത്ര മതി, പിന്നെന്താ പോയേക്കാം. ജോസ് നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ദേവ് എവിടെ? ദേവ് കം ഓൺ ദേവു, വാട്ട് ഈസ് ദിസ്? സമയം പോണു. എന്താടാ പറയാതെ പറഞ്ഞിട്ട് പോ. ഞാൻ വീട്ടിലാണെങ്കിൽ എന്തുവാ ഇങ്ങനെ രോമാഞ്ചം വരും എന്റെ വീഡിയോ കണ്ട. നിങ്ങൾ ഇത് കേൾക്കണം ഗൈസ്, ഇത് പറഞ്ഞത് അവസാനാണ്. കുറച്ചുകൂടെ ഒക്കെ കൂട്ടി പറയുകയാണെങ്കിൽ ഞാൻ അതോടെ ഇട്ടേനെ.